EMS പല കാലങ്ങളിൽ ഒരുപക്ഷെ 10-30 വർഷത്തിനിടയിൽ പല കാലങ്ങളിൽ എഴുതിയിട്ടുള്ള ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് മാർക്സിസവും മലയാള സാഹിത്യവും എന്നത്. ജീവൽ സാഹിത്യവും സൗന്ദര്യബോധവും, കമ്മ്യൂണിസ്റ്റുകാരും പുരോഗമന സാഹിത്യവും, പുരോഗമനത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും അളവുകോലെന്ത്, ചങ്ങമ്പുഴ കവിതകളുടെ വിജയവും പരാജയവും, ഹ്യൂമനിസവും വർഗസമരവും തുടങ്ങി ഒരുപിടി ലേഖനങ്ങൾ പല കാലങ്ങളിൽ പല ഇടങ്ങളിലായിട്ട് എഴുതിയിട്ടുള്ള ലേഖനങ്ങളുടെ സമാഹാരമാണ് മാർക്സിസവും മലയാള സാഹിത്യവും. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ 1930 മുതൽ 1970 വരെയുള്ള EMSൻ്റെ പല കാലങ്ങളിലുള്ള നിലപാടുകൾ നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ചറിയാൻ കഴിയും എന്ന്. നമുക്കറിയാവുന്നതുപോലെ 1930 എന്ന് പറയുന്നത് ദേശീയ നവോത്ഥാനത്തിൻ്റെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ഒരു കാലമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് ഇന്ത്യക്കാരിൽ ആത്മബോധവും അഭിമാനബോധവും സ്വാതന്ത്ര്യബോധവും ഒക്കെ വളർത്തുന്നതിന് വേണ്ടി വ്യത്യസ്ത രൂപങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് നാടകം നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, കഥാപ്രസംഗം ഉപയോഗിച്ചിട്ടുണ്ട്, കവിത ഉപയോഗിച്ചിട്ടുണ്ട്, നോവൽ ഉപയോഗിച്ചിട്ടുണ്ട്, കഥകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് തുടർന്ന് അതിൻ്റെ ഒരു തുടർച്ച എന്ന പോലെ ജീവൽ സാഹിത്യ പ്രസ്ഥാനം ഉരുത്തിരിഞ്ഞ് വരുന്നത്. കലയ്ക്ക് വേണ്ടി എന്നതിന് മാറിയിട്ട് കല ജീവിതത്തിന് വേണ്ടി, കല ജീവിത പുരോഗതിക്ക് വേണ്ടി എന്ന് പറയുന്ന ഒരു വലിയ ആശയം ഉയർത്തിക്കൊണ്ടാണ് 1944 പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നത്. അങ്ങനെ ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളായിരുന്ന EMS കലയ്ക്ക് വേണ്ടി എന്ന വാദത്തെ നഖശിഖാന്തം എതിർക്കുകയും കല ജീവിതത്തിന് വേണ്ടി എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളിയായി മുന്നോട്ട് വരികയുമായിരുന്നു. ഈ പുസ്തകത്തിൽ ഒരിടത്ത് EMS എഴുതുന്നുണ്ട്, സാഹിത്യലോകത്ത് യാതൊരു സ്ഥാനവുമില്ലാതിരുന്ന 10-40 തെമ്മാടിപ്പിള്ളേർ ഒരു ദിവസം ഒരു സമ്മേളനം കൂടി. ജീവിതം, രാഷ്ട്രീയം, ചരിത്രം എന്നിവയെ കലയെയും സാഹിത്യത്തെയും കൂടി ബന്ധിപ്പിക്കുക എന്ന പ്രധാന ചുവടുവയ്പ്പാണ് തെമ്മാടിപ്പിള്ളാരുടെ ഇടപെടലിലൂടെ നടന്നത് എന്ന്. EMS അടക്കമുള്ള നവ ജീവൽ സാഹിത്യ പ്രസ്ഥാനക്കാരെയാണ് EMS തെമ്മാടിപ്പിള്ളാരെന്ന ഒരു സ്വയം കളിയാക്കൽ വിശേഷണത്തിലൂടെ നടത്തുന്നത്. നമുക്കറിയാവുന്നതുപോലെ രാഷ്ട്രീയത്തിലും സാഹിത്യത്തിലും ഒരുപോലെ ഇടപെട്ട അപൂർവം രാഷ്ട്രീയ നേതാക്കളിലായിരുന്നു ഒരാളായിരുന്നു EMS എന്നത്. രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എത്രത്തോളം സൂക്ഷ്മവും വ്യത്യസ്തവുമായിരുന്നുവോ അതുപോലെ തന്നെ സാഹിത്യത്തിലും ഇടപെടലുകൾ നടത്താൻ EMSന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പുസ്തകത്തിൽ തന്നെ ചങ്ങമ്പുഴ കവിതകളെക്കുറിച്ച്, A ബാലകൃഷ്ണനെക്കുറിച്ച്, വള്ളത്തോളിനെക്കുറിച്ച്, KPGയെക്കുറിച്ചുള്ള പഠനങ്ങളും വിമർശനങ്ങളും അടങ്ങുന്ന ധാരാളം ലേഖനങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയും. EMSൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരുപക്ഷെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും വലിയ പ്രത്യേകത EMSൻ്റെ ഉള്ളിൽ നിലനിന്നിരുന്ന സ്വയം വിമർശനാത്മകതയാണ് എന്നുള്ളതാണ്. സ്വയം വിമർശനത്തിലൂടെ സ്വയം പുതുക്കുക എന്ന് പറയുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രീതി EMSൽ നമുക്ക് ഈ പുസ്തകത്തിൽ ഉടനീളം കാണാൻ കഴിയും.